ഞാനിവിടെ 1ാം ക്ലാസ്സിൽ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച ആ ക്ലാസ്സിലാണ് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത്. ആ ക്ലാസ്സിലാണ് മഹാത്മാഗാന്ധി ഈ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ താമസിച്ചത്. 2000-ൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര സമയത്ത് ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ്. 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ആദ്യം വോട്ട് ചെയ്തത്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മത്സരിച്ച 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമാണ് വോട്ട് ചെയ്തത്. പക്ഷേ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 ആളുകൾ ബലമായി വന്നു നിന്ന് വോട്ട് ചെയ്യാൻ ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് എൻ്റെയാണ്. അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്. ഇന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡ് സംസ്കൃതം കോളേജ് വാർഡാണ്. ശാരദാ ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ്. ഇന്ന് ശാരദാ ജയന്തിയാണ്. ആശ്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങളിവിടെ തൊട്ടപ്പുറത്താണ്, പോയി കാണാം. ആ ആശ്രമത്തിനകത്ത് ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ക്ഷേത്രമാണ്. അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ്. ഹൈന്ദവ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഗാന്ധി കൂടി വന്ന കേന്ദ്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായതാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതല്ല, അതിനകത്ത് സ്ഥാനാർത്ഥികളുടെ വലിപ്പത്തിനൊന്നും ഒരു പ്രത്യേകതയില്ല. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 73-74 അമെൻമെൻ്റെ ഭാഗമായി വന്ന ഭരണഘടനാ ഭേദഗതിക്ക് അനുസരിച്ച് വന്ന സ്ഥാനാർത്ഥികളാണ്. നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഗ്രാമസഭയാണെങ്കിലും അതിൻ്റെയൊക്കെ ഗ്രാവിറ്റി ഒന്നാണ്, ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ്. ഇത്തവണത്തെ പ്രത്യേകത, ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ പദയാത്രയായിട്ടാണ് പോയത്. ഒരു റോഡ് പോലും മര്യാദയ്ക്കുള്ള റോഡുകളില്ല. അതിൻ്റെ കാരണം ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടും അദാനി ഗ്യാസുമായി ബന്ധപ്പെട്ടും വെട്ടിപ്പൊളിച്ച റോഡുകൾ ഇവർക്കൊന്നും നന്നാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജനജീവിതം ഭയങ്കരമായ പ്രശ്നത്തിലുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള മറ്റ് ശബരിമലയിലെ വിഷയങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ടിനകത്ത് അത്ര ഒരു ടഫ് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ പ്രചാരണം വലിയ തോതിൽ 1 മാസത്തോളം മുന്നണി ജില്ലയിൽ ഉടനീളം നടത്തിയിരുന്നു. പ്രചാരണത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ, ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ട്? അല്ല, ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗങ്ങൾ, ആ യോഗങ്ങൾ പലരും ധരിച്ചിരുന്നത് പിന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പല ആളുകളും തീരുമാനിച്ചത്. എന്നെ തന്നെ ഡൽഹിയിലേക്ക് KC വേണുഗോപാൽ വിളിച്ചിരുന്നു. അപ്പം എന്നോട് അദ്ദേഹം ചോദിച്ചത് എന്താണ് പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംഘടനാ രംഗത്ത് നിൽക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതല്ല, പിന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം, ഈ പഞ്ചായത്തിൽ മത്സരിക്കണം എന്നോട് 6 മാസങ്ങൾക്ക് മുമ്പേ ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാൽ എന്നോട് പറഞ്ഞതാണ്. അത് തന്നെ ശബരിനാഥിനും അത്തരത്തിലുള്ള മെസ്സേജ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ 1 വർഷം മുമ്പ് തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും നമ്മളൊരു വളരെ ശ്രദ്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോയത്. വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ പിന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെയും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളെയും ഒക്കെ AICC നേരിട്ട് സഹായിച്ച ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയിലില്ല. 1 വർഷം മുമ്പ് തന്നെ അതിനുള്ള ഒരു പിന്നെ മുന്നൊരുക്കം തുടങ്ങിയിരുന്നു. ഞാൻ ഈ പഞ്ചായത്തുമായി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്നെ ഡൽഹിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് എന്നോട് AICC 6 മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടാണ്.